ഏറ്റവും ആദരണീയരായ അഭിവന്യ പിതാക്കന്മാരെ, പ്രത്യേകിച്ച് എൻ്റെ ഇടവക മെത്രാപ്പോലീത്തായും ആയിരിക്കുന്ന അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസ്യൂസ് മെത്രാപ്പോലീത്ത തിരുമേനിയും, അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തിൽ ഈ ഹാസ്യ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ ബർണബാസ് തിരുമേനിയും, എൻ്റെ ചെറുപ്പത്തിൽ ആത്മീക വഴികൾ പറഞ്ഞു തന്ന ഞങ്ങളുടെ വികാരിയായിരുന്ന ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്തിക്കുട്ടിയച്ഛൻ, അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സെൻ്റ് വികാരിയായിരിക്കുന്ന എൽദോച്ചൻ, എൻ്റെ സഹപാഠിയായിരിക്കുന്ന അടൂർ മെത്രാസനത്തിലെ ബഹുമാനപ്പെട്ട ഷൈനച്ചൻ, എന്നെ ഇവിടേക്ക് ക്ഷണിച്ച പരിമല സെമിനാരിയുടെ മാനേജരായിരിക്കുന്ന ഏറ്റവും ആദരണീയനായിരിക്കുന്ന വന്യപ്പോൾ റംബാച്ചൻ, ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, അനുഗ്രഹത്തിൻ്റെ സമൃദ്ധമായ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു വരുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദേവാലയവുമായി ബന്ധിക്കപ്പെട്ടവനാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദേവാലയവുമായി ബന്ധിക്കപ്പെട്ടവനാണ്, അതോടൊപ്പം ദൈവവുമായിട്ടും ബന്ധിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മാമുദീസായിലൂടെ സഭയിലെ ഒരംഗമായി തീരുമ്പോൾ ആ ദേവാലയവുമായി അവൻ ബന്ധിക്കപ്പെടുകയും ദൈവവുമായി ബന്ധിക്കപ്പെടുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. കൊമ്പാകുന്ന നമ്മളെ മുന്തിരിവള്ളിയാകുന്ന യേശു തമ്പുരാനോട് ഒട്ടിച്ച് ചേർക്കുകയാണ് പരിശുദ്ധ മാമുദീസയിലൂടെ. നമ്മുടെ ദേവാലയത്തിൽ വെച്ചത് നിർവഹിക്കുമ്പോൾ ആ ദേവാലയത്തിൻ്റെ ത്രോണോസിൽ, മദ്ബഹായിൽ നമ്മെ കൊണ്ട് എന്ന് മുത്തിക്കും. ആ ബലിപീഠവുമായി നമ്മൾ ബന്ധിക്കപ്പെടുകയാണ്. ആ ബന്ധം പിന്നെ അകറ്റാൻ സാധ്യമല്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ ഒന്നുകിൽ ആ ബലിപീഠത്തിൻ്റെ സന്നിധിയിലേക്ക് നാം വരും. നമ്മുടെ വിശുദ്ധ വിവാഹ കൂദാശയാണെങ്കിലും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ കൂദാശയാണെങ്കിലും, മാമുദീസയാണെങ്കിലും, ഇനിയും നമ്മുടെ അവസാന യാത്രയാണെങ്കിലും ആ ബലിപീഠത്തിൻ്റെ മുന്നിലേക്കാണ് നമ്മെ കൊണ്ടുവരുന്നത്. ആ ദേവാലയത്തോട് ചേർന്നാണ് നാം അന്ത്യവിശ്രമം കൊള്ളുന്നത്. അങ്ങനെ ദൈവവുമായിട്ട് ബന്ധിക്കപ്പെടുന്ന നാം ആ ദേവാലയവുമായി, ബലിപീഠവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതം ആ ദേവാലയത്തിന് ചുറ്റുപാടുമാണ്. പഴയ നിയമകാലം മുതൽ തന്നെ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു കാഴ്ചപ്പാട് ആരാധനാലയത്തെക്കുറിച്ച് നിലനിന്നിരുന്നതായി കാണുവാൻ സാധിക്കും. യഹോവയാം ദൈവം കൈപ്പണിയായതിൽ വസിക്കുകയില്ല എന്ന് തിരുവചനം പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ചാണ് മോശ സമാഗമന കൂടാരം പണിതത്. തിരുവചനം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം മുതൽ നാം അവിടെ വായിക്കുന്നു, ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അവൻ സമാഗമന കൂടാരം പണിതു. ആ സമാഗമന കൂടാരത്തിൽ ദൈവ സാന്നിധ്യം ഉളവാക്കുന്ന സംഗതികളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. അവിടെ നാം വായിക്കുന്നുണ്ട്, പുരോഹിതന്മാരാണ് ഈ സാക്ഷ്യപ്പെട്ടകം തോളിലേന്തുന്നത്. സാക്ഷ്യപ്പെട്ടകത്തിന് മുൻപേ ഉയരങ്ങളിൽ നിന്ന് ദൈവം തമ്പുരാൻ മേഘസ്തംഭമായി, അത് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി അതിനെ കാവലായിരുന്നു. ഇസ്രായേൽ മക്കളുടെ യാത്രയിലുടനീളം ഈ സാക്ഷ്യപ്പെട്ടകം അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവർ പോകുന്ന ഇടത്തൊക്കെ ഇത് കൊണ്ടുപോകും. യുദ്ധത്തിന് പോയാലും, പ്രയാസങ്ങളിലൂടെ കടന്നു പോയാലും, ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ഈ സാക്ഷ്യപ്പെട്ടകം അവരോടൊപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല, അവർ ഒരിടത്ത് പാളയമിറങ്ങുമ്പോൾ, താമസിക്കുമ്പോൾ ആ സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റുപാടുമാണ് താമസിച്ചത്. സമാഗമന കൂടാരം അതിൻ്റെ മധ്യേ ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവവുമായിട്ട് ബന്ധിക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ യഹോവയാം ദൈവത്തിൻ്റെ സാക്ഷ്യപ്പെട്ടകവുമായി ബന്ധിക്കപ്പെട്ടു. പിന്നീട് ശലോമോൻ രാജാവിൻ്റെ കാലത്ത് ദേവാലയം പണിതപ്പോൾ ആ ദേവാലയവുമായിട്ടുള്ള ബന്ധത്തിൽ കടന്നു വരികയാണ്. പുതിയ നിയമസഭയായ പുതിയ ഇസ്രായേലാകുന്ന നമ്മുടെ ജീവിതത്തിലും ഓർക്കുക, യേശു തമ്പുരാൻ തൻ്റെ ശരീരത്തോട് നമ്മെ ഒട്ടിച്ചു ചേർത്തിരിക്കുകയാണ്. തിരുവചനം പറയുന്നുണ്ട്, അതെ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ? അതെ, ഞാനും നിങ്ങളും യേശു തമ്പുരാൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞത് ഈ ഒരാഴ്ച എന്ന് പറയുന്നത്
ദേവാലയത്തിൽ തന്നെ ഒരു വിശ്വാസി ചിലവഴിക്കുന്ന ദിവസങ്ങളാണ്. നമ്മുടെ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ സമയം ദേവാലയത്തിൽ നാം ചിലവഴിക്കുന്നത് ഈ ഒരാഴ്ചയാണ്. ഓശാന ഞായറാഴ്ച മുതൽ ഈസ്റ്റർ വരെ എത്ര മണിക്കൂറുകളാണ് ആരാധനയിലൂടെ ദേവാലയത്തിൽ തന്നെ നാം ആയിരിക്കുന്നത്. മാത്രമല്ല, ഈ പീഡാനുഭവ ദിവസങ്ങളിൽ ദേവാലയം ആഡംബരങ്ങളൊക്കെ മാറ്റി ദുഃഖസൂചകങ്ങളാകുന്ന വസ്ത്രങ്ങൾ ധരിച്ച നമ്മുടെ മുമ്പാകെ പ്രത്യക്ഷമായിരിക്കുന്നത്. ആഘോഷപൂർണമായ ബലിയർപ്പണത്തിനുള്ള ബലിപീഠത്തിലേക്ക് പോലും അടുത്തു വരുവാതെ യേശുതമ്പുരാൻ്റെ കാൽവറിയിലേക്ക് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതെ, യേശുതമ്പുരാൻ്റെ കാൽവറിയുടെ ചുവട്ടിലിരിക്കുന്ന സഭയാണ് ഈ ഒരാഴ്ച പരിശുദ്ധ സഭ. നാം ഓരോരുത്തരും യേശുതമ്പുരാൻ്റെ കാൽവറിയുടെ ചുവട്ടിലിരിക്കുന്ന ഒരനുഭവമാണ്. അതുകൊണ്ടാണ് ദിവസം മുഴുവൻ ആരാധനകളും തിരുവചന ധ്യാനങ്ങളും കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ആ കാൽവറിയിലേക്ക് അടുപ്പിക്കുകയാണ്, ആ രക്ഷയിലേക്ക് കരം പിടിച്ചുയർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ യേശുതമ്പുരാൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്ന വലിയ ദിവസങ്ങളാണ് ഈ പീഡാനുഭവ ദിവസങ്ങൾ. തീർച്ചയായും യേശുതമ്പുരാൻ്റെ അനുഗ്രഹീതമായ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതം ഈ ദിവസങ്ങളിൽ ധന്യമാകട്ടെ. ഉയർപ്പിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ എന്നും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഷ്ടാനുഭവ ചൊവ്വാഴ്ചയുടെ പകലത്തെ ധ്യാനത്തിനായിട്ട് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ വാക്യം എടുക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിന്ന്. യേശുതമ്പുരാൻ്റെ കഷ്ടാനുഭവം തുടങ്ങുന്ന സന്ദർഭമാണ് അത്. യേശുതമ്പുരാൻ പെസഹ ഭക്ഷിച്ചു. അതിനുശേഷം തൻ്റെ ശിഷ്യന്മാരിൽ ചിലരെ വിളിച്ച് തിരുവചനം വായിക്കുന്നു. യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരെ പോയി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അതിൽ അവനും ശിഷ്യന്മാരും കടന്നു. 2-ാം വാക്യം, അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ പോയിരുന്നത് കൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂദയും ആ സ്ഥലം അറിഞ്ഞിരുന്നു. ആ 2-ാം വാക്യമാണ് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഞാൻ എടുക്കുന്നത്. അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോട് കൂടെ പോയിരുന്നത് കൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂദയും ആ സ്ഥലം അറിഞ്ഞിരുന്നു എന്ന് പറയുന്നത്. ഇവിടെ ഇതാ തിരുവചനം വായിക്കുമ്പോൾ കെദ്രോൻ തോട്ടിൻ്റെ അക്കരയിലുള്ള ആ സ്ഥലത്തേക്ക് യേശുതമ്പുരാൻ ശിഷ്യന്മാരുമായി പോവുകയാണ്. ശിഷ്യന്മാരുമായി പോകുമ്പോൾ നേരത്തെ തന്നെ യഹൂദന്മാരോട് ഉടമ്പടി ചെയ്തതിനാൽ യേശുതമ്പുരാൻ ആ സ്ഥലത്ത് പോകുമെന്ന് കൃത്യമായി ആരറിഞ്ഞിരുന്നു? യൂദയും ആ സ്ഥലം അറിഞ്ഞിരുന്നു എന്ന് പറയുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് നമുക്കെല്ലാവർക്കും അറിയാം. ഏതാണ്? നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണുന്നതാണ്. യേശുതമ്പുരാൻ പ്രാർത്ഥിക്കുന്ന ഗത്സമന എന്ന് പറയുന്ന വലിയ തോട്ടം, അല്ലേ? യേശുതമ്പുരാൻ പ്രാർത്ഥിക്കുന്ന ഗത്സമന എന്ന് പറയുന്ന വലിയ തോട്ടം. നമുക്കറിയാം, യേശുതമ്പുരാൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കഴിഞ്ഞ ആളാണ്. ആരാധനാലയങ്ങളിൽ കഴിഞ്ഞ ആളാണ്. ഏറ്റവും അധികം സമയം ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലും ആരാധനാലയങ്ങളിലും ചെലവഴിച്ച് യേശുതമ്പുരാൻ അതിലുപരിയായി ചിലവഴിച്ച ചില സ്ഥലങ്ങളിൽ ഒന്നാണ് ഗത്സമന എന്ന് പറയുന്ന ഈ തോട്ടം. അവൻ വിജനപ്രദേശങ്ങളിലേക്ക് പോയിട്ടുണ്ട്, മലമുകളിലേക്ക് പോയിട്ടുണ്ട്, പിന്നീടും ഈ തോട്ടത്തിലേക്കും കടന്നു വന്നിട്ടുണ്ട്. പ്രധാനമായും വിജനപ്രദേശങ്ങളിലേക്കും മലമുകളിലേക്കും അതോടൊപ്പം തന്നെ ഇപ്രകാരമുള്ള തോട്ടങ്ങളിലേക്കും, ഒരുപക്ഷെ താഴ്വരയാകാം, മനോഹരമായ ശാന്തമായ അന്തരീക്ഷമുള്ള ഇടമാകാം, അവിടേക്കും യേശുതമ്പുരാൻ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് യൂദയ്ക്ക് കൃത്യമായി ആ സ്ഥലം അറിയാമായിരുന്നു എന്ന തിരുവചനം വായിക്കുന്നത്. തൻ്റെ ജീവിതത്തിലെ അധ്വാനങ്ങളുടെ നടുവിൽ, തൻ്റെ ശുശ്രൂഷകളുടെ ഭാരങ്ങളുടെ നടുവിൽ യേശുതമ്പുരാൻ പലപ്പോഴും ഏകാന്തമായി പ്രാർത്ഥിക്കുവാൻ ഇപ്രകാരമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തതായിട്ട് തിരുവചനം പറയുന്നു. യേശുതമ്പുരാൻ ഒറ്റയ്ക്കായിരുന്നില്ല, പലപ്പോഴും ശിഷ്യന്മാരും അവനോടൊപ്പം കടന്നു വന്നിരുന്നു എന്ന തിരുവചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലത്തിന് ചില പ്രത്യേകതയുണ്ട്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അത് അവരുടെ വിശ്രമസ്ഥലം കൂടെയാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലം അവരുടെ വിശ്രമത്തിൻ്റെ സ്ഥലമാണ്. നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്രമം വളരെയേറെ ആവശ്യമാണ്. ആരോഗ്യമുള്ള മനുഷ്യന്
അധ്വാനിക്കുന്ന മനുഷ്യന് കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും വിശ്രമിക്കണമെന്നാണ് വൈദ്യശാസ്ത്രം നിശ്ചയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മളൊക്കെ താമസിച്ചുറങ്ങാൻ പോയാലും നമ്മുടെ ശരീര അവയവങ്ങളൊക്കെ കൃത്യസമയം കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി അവസാനിപ്പിക്കും. അതുകൊണ്ടാണ് രാത്രിയിൽ അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊക്കെ ക്ഷീണം അനുഭവപ്പെടുന്നു. മനുഷ്യന് വിശ്രമം ആവശ്യമാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം യേശുദമ്പുരാനോടൊപ്പം പോകുമ്പോൾ പലവിധ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നുണ്ട്. നമുക്കറിയാം, 5 അപ്പം കൊണ്ട് 5000 പേർക്ക് വിളമ്പിയപ്പോഴും 7 അപ്പം 4000 പേർക്ക് കൊടുത്തപ്പോഴും ശിഷ്യന്മാരാണ് ഏറെ അധ്വാനിക്കുന്നത്. അതിനുശേഷം യേശുദമ്പുരാനോടൊപ്പം അവർ ഇപ്രകാരമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതുമുണ്ട്. ഈ വരവെന്ന് പറയുന്നത് ഈ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം നാം വായിക്കുമ്പോൾ ആ വരവ് ഒരു വലിയ പെസഹായുടെ അനുഭവം, കുർബാന സ്ഥാപനത്തിന് ശേഷമുള്ള വരവാണ്. നമുക്കറിയാം, യേശുദമ്പുരാന് പെസഹ ഒരുക്കുവാൻ ശിഷ്യന്മാരാണ് പോയി മർക്കോസിൻ്റെ മാളികയിൽ എല്ലാ ക്രമീകരണവും ചെയ്തത്. അത് ഭംഗിയായി വൃത്തിയാക്കി ഒരുക്കിയത് മുതൽ അതിൻ്റെ അവസാനം വരെയുള്ള ക്രമീകരണങ്ങൾ ശിഷ്യന്മാരാണ് ചെയ്തത്. അതുകൊണ്ട് സ്വാഭാവികമായും അവർ ക്ഷീണിതരാണ്. അവർക്ക് ഇതൊരു വിശ്രമസ്ഥലം കൂടെയാണ്. നമുക്കറിയാം, ഒരു വിശ്രമസ്ഥല സ്ഥലത്തിന് ചില പ്രത്യേകതകളുണ്ട്. എന്താ വിശ്രമസ്ഥലത്തിൻ്റെ പ്രത്യേകത? ഒന്ന്, ശല്യമൊന്നുമില്ലാതെ സ്വസ്ഥമായിരിക്കുവാനുള്ള ഇടമാണ് വിശ്രമസ്ഥലം. മറ്റൊരു ശല്യവുമില്ല, ആരുടെയും അലട്ടലില്ല, സ്വസ്ഥമായിട്ടിരിക്കുവാനുള്ള ഒരിടമാണ് വിശ്രമസ്ഥലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് തിരുവചനം പരിശോധിക്കുമ്പോൾ ദേവാലയത്തെക്കുറിച്ച്, ആരാധനാലയങ്ങളെക്കുറിച്ച് അതൊരു വിശ്രമസ്ഥലം കൂടെയാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആരാധനാലയങ്ങൾ, ദേവാലയം അതൊരു വിശ്രമസ്ഥലം കൂടിയാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ടെൻഷൻ മാത്രമല്ല, നമ്മുടെ മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ശാന്തമായിട്ട് നമുക്കിരിക്കാൻ പറ്റുന്ന, സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരിടം കൂടി. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കുരുകിൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും, മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു വീടും കണ്ടെത്തിയിരിക്കുന്നു, യഹോവയാം ദൈവമേ നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ദേവാലയം അവർക്കൊരു വിശ്രമത്തിൻ്റെ പാർപ്പിടം കൂടെയാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല, സങ്കീർത്തനക്കാരൻ 21-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് അവൻ നിന്നെ നയിക്കുന്നു എന്നാണ് പറയുന്നത്. അതേ, ടെൻഷനൊന്നുമില്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുവാനുള്ള ഒരു സ്ഥലത്തേക്ക് ദൈവം നമ്മെ നയിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ ദേവാലയത്തിൽ ഞാൻ മിക്കവാറും ഒക്കെ വൈകിട്ട് 4 മണി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ആ ഇടവാംഗമൊന്നുമല്ല, ഒരു സൈക്കിൾ അവിടെ കാണുമ്പോഴേ എനിക്കറിയാം അവൻ അവിടെ ഉണ്ടെന്ന്. ഇതുവരെ ഞാൻ അവനോട് സംസാരിച്ചിട്ടില്ല, കാരണം ഞാൻ പള്ളിയിലോട്ട് കയറുമ്പോൾ അവൻ സൈഡിൽ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവും. അപ്പം ഞാൻ അവിടെ അറ്റൻഡറോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ ഒരു 3 മണി 2 മണിയൊക്കെ ആകും വരുമ്പോൾ അവനവിടെ വന്ന് വെറുതെ ഇരിക്കുക. അപ്പോൾ ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പ്രശ്നം എന്താണെന്നോ, അവൻ എവിടുത്തുകാരനാണെന്നോ, ഏത് ജാതിയാണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞില്ല. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അല്പം സ്വസ്ഥമായിട്ടിരിക്കുവാൻ അവൻ കണ്ടെത്തിയ ഒരു സ്ഥലമായിരിക്കാം അവൻ്റെ പ്രാർത്ഥനാ ജീവിതമൊന്നും ഞാൻ പറഞ്ഞതല്ല. അതെ, അവൻ്റെ ജീവിതത്തിൽ ശാന്തമായിട്ട് വിഷമങ്ങളും അലട്ടതകളും ടെൻഷനും ഒന്നുമില്ലാതെ ഇരിക്കാൻ ലഭിച്ച ഒരവസരമാണ് എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. ഞാൻ നിങ്ങളും ഓർക്കുക, ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെൻഷൻ ഒക്കെ ഒന്ന് മാറ്റി വല്ല ശല്യമൊന്നുമില്ലാതെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു ഇപ്രകാരമുള്ള ഈ സ്ഥലം, ഗത്സമന പോലെയുള്ള യേശുദമ്പുരാൻ കടന്നു പോകുന്ന ഈ സ്ഥലം. അതുകൊണ്ടാണ് അവർ ശാന്തമായിട്ട് അവിടെ അങ്ങ് ഉറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അവർ ഉറങ്ങിപ്പോയി. ഇല്ല, യേശുദമ്പുരാൻ നോക്കിയപ്പോൾ അവരെ ഉറങ്ങുന്നതായി കണ്ടു എന്നാണ് പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉറക്കമെന്ന് പറയുന്ന ഒരു സംഗതി അതൊരു അനുഗ്രഹം തന്നെയാണ്. ഉറക്കമില്ലാതെ ഇരുന്ന വലിയ ബുദ്ധിമുട്ടാണ്, അല്ലേ? അതുകൊണ്ടാണ് അച്ഛന്മാർ പ്രസംഗിക്കുമ്പോൾ പറയും, ഉറങ്ങുന്നവരൊക്കെ ശാന്തമായിട്ട് ഉറങ്ങിക്കൊള്ളാൻ പറയും. കാരണം അവരെ അലട്ടരുത്. നമുക്കറിയാം, നമ്മളൊക്കെ ഉറങ്ങണമെങ്കിൽ അതിനൊരു അന്തരീക്ഷം വേണം. എല്ലായിടവും പോയി കിടന്നാൽ ഉറങ്ങാൻ പറ്റുമോ? എല്ലായിടവും പോയി കിടന്നാൽ ഉറങ്ങാൻ പറ്റത്തില്ല. ക്ലാസ്സിലൊക്കെ ആണെങ്കിലും പഠിപ്പിക്കുമ്പോൾ അധ്യാപകരൊക്കെ വഴക്ക് പറയുമെങ്കിലും ചില അധ്യാപകർ പറയുകയില്ല. കാരണം അതിനൊരു അന്തരീക്ഷം ഉണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റും. ചിലപ്പോൾ എൻ്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ചിലരൊക്കെ ഉറങ്ങിപ്പോകുമായിരിക്കാം. നമ്മൾ ഓർക്കുക, എല്ലാ സ്ഥലത്തും കിടന്നും നമുക്ക് ഉറങ്ങാൻ പറ്റുകയില്ല, അല്ലേ? അതിനൊരു അന്തരീക്ഷം ആവശ്യമാണ്. ഇവിടെ ഇതാ അവരുടെ മനസ്സ് സ്വസ്ഥമാണ്, വല്ലാത്ത ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് അവർ ഉറങ്ങിപ്പോയത്. അത് അവരുടെ ഒരു വിശ്രമ സ്ഥലം കൂടിയാണ്, സ്വസ്ഥതയുടെ ഇടമാണ്. നമുക്കറിയാം, നമ്മുടെ ഭവനങ്ങളൊക്കെ ഒരു വിശ്രമ സ്ഥലമാണ്, സ്വസ്ഥതയും സമാധാനമൊക്കെ നൽകേണ്ടതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ ആ സ്വസ്ഥതയുണ്ടോ? ആ ശാന്തതയുണ്ടോ? അലട്ടലുകളില്ലാതെ ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നിന്ന് പലപ്പോഴും സ്വസ്ഥതയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ തന്നെ പറയുന്നത്, കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം
കണ്ണുനീർ താഴ്വരയിലല്ലയോ കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വാരിയും ജനം കണ്ണുനീർ താഴ്വരയതിലല്ലയോ ഒരു സ്വസ്ഥതയുമില്ല മനോജർക്കേ ഒരുങ്ങിടാം ഒരു സ്വസ്ഥതയുമില്ല മനോജർക്കേ ഒരുങ്ങിടാം. ജീവിതത്തിൽ ഒരു നിമിഷം പോലും സ്വസ്ഥതയില്ലാത്ത ഒരനുഭവം എന്ന് പറയുന്നത് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ വലിയ പ്രത്യേകതയാണ്. പണ്ടൊക്കെ മാതാപിതാക്കളൊക്കെ പകൽ മുഴുവൻ അധ്വാനിച്ചാലും രാത്രിയിൽ ശാന്തമായി സ്വസ്ഥമായി നേരത്തെ ഉറങ്ങുന്ന ഒരനുഭവമുണ്ട്. ഇന്ന് 12 മണിയാണെങ്കിലും നമ്മുടെ തൊഴിൽ തീരുകയില്ല, അധ്വാനങ്ങൾ അവസാനിക്കുകയില്ല. എത്ര അർദ്ധരാത്രിയാണെങ്കിലും സമയം തികയാത്തൊരു കാലഘട്ടം. അതുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും പലവിധത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തിരുവചനം നമ്മെ ഓർപ്പിക്കുക, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അതൊരു വിശ്രമ സ്ഥലമായിരുന്നു. കാരണം അവർക്ക് യേശുതമ്പുരാനോടൊപ്പം ആ സ്ഥലത്തായിരിക്കുമ്പോൾ ശല്യമില്ലാതെ അലട്ടലുകളില്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുവാൻ അവർക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്, അതൊരു പീസ്ഫുൾ പ്ലേസ് ആണെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്, അവിടെ ഒരു സേഫ്റ്റി ഉണ്ട്, സുരക്ഷിതത്വമുണ്ട് എന്നാണ് പറയുന്നത്. ഒരു സുരക്ഷിതത്വം അവർ അനുഭവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഒന്നാമത്, യേശുതമ്പുരാൻ കൂടെയുണ്ട്. അതുകൊണ്ട് ആഹാരത്തെക്കുറിച്ചുള്ള ടെൻഷനില്ല. മാത്രമല്ല, ഇനി അപകടങ്ങൾ ഉണ്ടായാൽ പോലും അവർക്കറിയാം, അവർ പടകിൽ യാത്ര ചെയ്തപ്പോഴാണ് കാറ്റും കോളുമൊക്കെ വല്ലാതെ ഇളകിയത്. അവർ നിലവിളിച്ചപ്പോഴാണ് പടകിൻ്റെ അമരത്താരുണ്ടായിരുന്നു, യേശു ഉണ്ടായിരുന്നു. അവൻ ആ കടലിനെ ശാസിച്ച്. അതുകൊണ്ട് ഒരു സുരക്ഷിതത്വം യേശുവിൻ്റെ സാമീപ്യത്തിൽ അവർ ഫീൽ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം ലഭിച്ചു. അതേ, യേശുതമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ അവിടെ ആയിരിക്കുമ്പോൾ ശിഷ്യന്മാർക്കത് വിശ്രമത്തിൻ്റെ സ്ഥലമാകുന്ന ഒന്ന്, അവർക്ക് സ്വസ്ഥമായ ഒരു ഫീലിംഗ് ആണ് അവിടെ ലഭിച്ചത്. ഒരു സ്വസ്ഥതയുണ്ടായിരുന്നു, അലട്ടലുകളൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു സുരക്ഷിതത്വമുണ്ട്. ഞാൻ നിങ്ങൾ ഓർക്കുക, നമ്മുടെ ദേവാലയം ഒരു സുരക്ഷിതത്വം പകരുന്ന ഇടമാണ്. ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. കാരണം എന്താ? അതുകൊണ്ടാണ് നമ്മളെല്ലാ സന്ധിയിലും സങ്കീർത്തനം വായിക്കുന്നുണ്ട്, നിന്റെ ഒരു വശത്ത് 1000 നിന്റെ വലതുവശത്ത് 10,000 വീഴും, അവ നിങ്കിലേക്ക് അടുക്കുകയില്ല എന്ന. കാരണം എന്താ? യഹോവയാണ് നിന്റെ പരിപാലകൻ. ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറക്കം ഉറങ്ങുന്നുമില്ല. അതെ, നമുക്കൊരു കാവൽക്കാരനുണ്ട്, നമ്മുടെ സംരക്ഷകനുണ്ട്. അവൻ്റെ സംരക്ഷണ വലയത്തിലാണ് നാം എന്നുള്ള ബോധ്യമുണ്ട് എങ്കിൽ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നമ്മെ ചേർക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാമീപ്യത്തിലാണ് നാം എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ, ശിഷ്യന്മാർ പറയുകയാണ്, അവിടെ ഞങ്ങൾക്ക് സുരക്ഷിതമുണ്ട്, ഭയപ്പെടേണ്ട കാര്യമില്ല. അവർ സുരക്ഷിതമായ ഒരിടത്തിലാണ് എന്ന തിരുവചനം പറയുന്നത്, ഇല്ലേ? സുരക്ഷിതമായ ഒരിടത്തിലാണ് അവർ ആയിരിക്കുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. അതെ, ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം യേശുതമ്പുരാൻ കടന്നു വന്ന ഈ ഗത്സമന എന്ന് പറയുന്നത് അവരുടെ വിശ്രമത്തിൻ്റെ ഒരു സ്ഥലം കൂടിയായിരുന്നു. എപ്രകാരമാണത് വിശ്രമ സ്ഥലമായത്? ഒന്നാമത്, യേശുതമ്പുരാൻ്റെ സാമീപ്യമുള്ളത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ അലട്ടലുകളും ആകുലതകളും ടെൻഷനും മറ്റിടപെടിയിലും ഒന്നുമില്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുവാൻ, ശല്യമൊന്നുമില്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുവാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ആരാധനയിൽ പറയുന്നത്, നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ ദൈവസന്നിധിയിലായിരിക്കണം. നമ്മുടെ ആരാധനയിൽ ഈ ഒരു സ്വസ്ഥത, ഏകാഗ്രത നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങൾ ഓർക്കുക. രണ്ടാമത്, അതൊരു സുരക്ഷിതത്വ സ്ഥാനമായിരുന്നു അവരുടെ ജീവിതത്തിൽ. കാരണം എന്താ? ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ പകർന്നു കൊടുത്തത് ഒരു വലിയ സുരക്ഷിതത്വമാണ്. നമ്മുടെ ജീവിതത്തിലും ദേവാലയത്തോട് ചേർന്ന് നാം ആയിരിക്കുമ്പോൾ, അതെ, അത് സ്വസ്ഥമായിട്ട് നമുക്ക് കടന്നു വരുവാൻ, നമ്മുടെ മനസ്സിനെ സമാധാനത്തിലേക്ക് നയിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെ സുരക്ഷിതമായ അനുഭവങ്ങളിലാക്കുന്നതും ആകുന്നതാണ് എന്ന് ഞാൻ നിങ്ങൾ ഓർക്കുക. ഇനിയും യേശുതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം അതാണ് നമ്മുടെ പ്രധാന ആശയം. ശിഷ്യന്മാർക്ക് അതൊരു വിശ്രമ സ്ഥലമാണ്. എന്നാൽ യേശുതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് എപ്പോഴും ഈ വിജനപ്രദേശത്തേക്കും മലമുകളിലേക്കും ഇപ്പോൾ നാം വായിച്ച ഗത്സമനയിലേക്കും പോകുന്നത്? അവനിതാ ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് ഗത്സമനയിൽ, കെദ്രോൻ തോട്ടിൻ്റെ അക്കരയിൽ ആ ഗത്സമനയിലേക്ക് പോവുകയാണ്. മാത്രമല്ല, ആ സ്ഥലം യൂദയും പലപ്പോഴും പോയിട്ടുള്ളത് കൊണ്ട് അറിഞ്ഞിരുന്നുവെന്നാണ് പറയുന്നത്.
ശിഷ്യന്മാർക്ക് ആ സ്ഥലം അറിയാം, യേശുവിന് ആ സ്ഥലം അറിയാം. യേശുതമ്പുരാൻ ആ സ്ഥലത്തേക്ക് പോകുവാൻ കാരണം എന്താ? ഒന്ന്, തിരുവചനം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, യേശുതമ്പുരാൻ്റെ പ്രാർത്ഥനാ സ്ഥലമായിരുന്നു ഇപ്രകാരമുള്ള സ്ഥലങ്ങൾ. അത് മലയുടെ മുകളാണെങ്കിലും താഴ്വാരങ്ങളാണെങ്കിലും മരുഭൂമിയാണെങ്കിലും അവൻ മരുഭൂമിയിൽ പോയ 40 ദിവസം ഉപവസിച്ചത് എന്ന് തിരുവചനം വായിക്കുന്നുണ്ട്. വിജനപ്രദേശങ്ങളിൽ യേശുതമ്പുരാൻ പ്രാർത്ഥിക്കുവാൻ പോകുമായിരുന്നു. മലമുകളിലേക്ക് യേശുതമ്പുരാൻ പ്രാർത്ഥിക്കുവാൻ പോകുമായിരുന്നു. അങ്ങനെ പോയപ്പോഴാണ് യേശുതമ്പുരാൻ്റെ സൂര്യനെ പോലെ ശോഭിക്കുന്ന തേജസ്കരിക്കപ്പെടുന്ന മറുരൂപമലയിൽ പോയ അനുഭവം, തേജസ്കരണത്തിൻ്റെ അനുഭവം നാം കാണുന്നുണ്ട്. ഇവിടെ ഇതാ ഗത്സമന തോട്ടത്തിൽ അവൻ കടന്നു വരികയാ. അവൻ്റെ പ്രാർത്ഥന നാം കാണുന്നുണ്ടല്ലേ, രക്തം വിയർപ്പുതുള്ളി പോലെ ഒഴുകുന്ന ഒരനുഭവം, വേദനയോടെ നിലവിളിക്കുന്ന ഒരനുഭവം. ഒരു മനുഷ്യൻ്റെ വേദന യേശുതമ്പുരാൻ തൻ്റെ ജീവിതത്തിൽ ഭംഗിയായി കാണിച്ചു തരികയാ. അവൻ ദൈവസന്നിധിയിൽ ഏകാഗ്രമായി പ്രാർത്ഥിക്കുന്ന ഒരനുഭവം. യേശുതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഇടങ്ങൾ പ്രാർത്ഥനയുടെ ഇടങ്ങളാണ്. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? ഒന്ന്, അത് രഹസ്യാത്മകമാണ് എന്നുള്ളതാണ്. യേശുതമ്പുരാൻ്റെ ഈ ഗത്സമനയിലുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ മലമുകളിലുള്ള പ്രാർത്ഥന, വിജനപ്രദേശങ്ങളിലുള്ള പ്രാർത്ഥന, അതൊക്കെ രഹസ്യാത്മകമായ വെളിപാടുകൾ നമുക്ക് പകർന്നു നൽകുന്നതാണ്. ഒരുപക്ഷെ നോക്കുമ്പോൾ അത് നമുക്ക് കാണുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും അനവധി രഹസ്യങ്ങളുടെ ചുരുളുകൾ നിവരുന്നതാണ് യേശുതമ്പുരാൻ്റെ ഇപ്രകാരമുള്ള സ്ഥലങ്ങളിലെ പ്രാർത്ഥന എന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ ഇതാ ഗത്സമനയിൽ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ നിസ്സഹായത അവൻ വെളിപ്പെടുത്തുകയാണ്. അവിടെ പറയുന്നുണ്ട്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണം. പക്ഷെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല ദൈവഹിതം. കാരണം യേശുതമ്പുരാന് തൻ്റെ ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക്, ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലായി. പുത്രൻ തമ്പുരാന് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുത്തെത്തിയെന്ന് അവന് ബോധ്യമായി. ആ പരീക്ഷണങ്ങളുടെ നടുവിൽ യേശുതമ്പുരാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം കേവലം ഒറ്റ വാക്കിൽ ആദിമ മനുഷ്യനെ പരീക്ഷിച്ച സാത്താൻ ഇവിടെ ഇതാ യേശുതമ്പുരാനെയും പരീക്ഷയിൽ കൊടുക്കുവാൻ പല വിധത്തിൽ, പല മുഖങ്ങളിലൂടെ, ഒടുവിൽ യൂദായിലൂടെ കടന്നു വരുന്ന കാഴ്ച നാം കാണുകയാണ്, അല്ലേ? ഏദനിൽ തുടങ്ങിയതാ ഈ പരീക്ഷണം. തിരുവചനം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. അതേ രഹസ്യാത്മകമായ ഇടമാണ്. ഏദനിൽ നാം നോക്കുമ്പോൾ രഹസ്യാത്മകത അവിടെയും കാണും. എന്താ? ഏദനിൽ ആദമും ഹൗവയും പിതാവാം ദൈവത്തോടൊപ്പം ചിലവഴിച്ചതാണ്. അതേ കൂട്ടുകാരായി, നല്ല സ്നേഹിതരായി, ഒരു കുടുംബത്തെ പോലെ യാതൊരു പരീക്ഷണങ്ങളും പരാതികളും പിറുപിറുപ്പുമില്ലാതെ ചിലവഴിച്ചു. തിരുവചനം വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം നാം കാണുന്നുണ്ട്, അവരെന്നാണ് പാപം ചെയ്തത്, അവരുടെ ജീവിതത്തിൽ എന്നാണ് പിശാച് കടന്നു കയറിയത്, അന്ന് യഹോവയാം ദൈവത്തിൻ്റെ ഒച്ച കേട്ടവർ ഭയപ്പെട്ടു എന്നാ പറയുന്നത്. അതുവരെ അവരുടെ ജീവിതത്തിൽ ഭയമില്ലായിരുന്നു. യേശുതമ്പുരാന്റെ മുമ്പിൽ നിൽക്കുവാൻ അവർക്ക് മടിയില്ലായിരുന്നു, നാണമില്ലായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ ദൈവം മാറി മൂന്നാമതൊരാൾ കടന്നു വന്നപ്പോൾ, ഇല്ലേ, ദൈവം ഇടപെട്ടുകൊണ്ടിരുന്ന സ്ഥാനത്ത് മറ്റൊരാൾ കടന്നു കയറി വന്നപ്പോൾ അവർ ദൈവത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഭയപ്പെടുകയാ, ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ അവർ നാണിക്കുകയാ. ഞാൻ നിങ്ങൾ ഓർക്കുക, നമ്മുടെ ആരാധന രഹസ്യാത്മകമാണ് എന്ന് പറയുന്നത്. ആരാധന ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വരുന്ന അനുഭവമാണ്. നമ്മുടെ ബോധങ്ങളും ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന അനുഭവമാണ്. അവിടെ നാം ദൈവവുമായിട്ടുള്ള നിരന്തര സംസർഗത്തിലാണ്, അല്ലേ? ഇവിടെ യേശുതമ്പുരാൻ അത് കാണിക്കുക, പിതാവാം ദൈവത്തോടുള്ള നിരന്തര സമ്പർക്കം. അവൻ നമ്മെ പഠിപ്പിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും ഇങ്ങനെയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതെ, പിതാവുമായിട്ടുള്ള നിരന്തര സംസർഗം. ഏദനിൽ ഈ സംസർഗം മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത് അതുകൊണ്ട് ആ പിതാക്കന്മാർ പറയുന്നത്, ക്രിസ്തു തൻ്റെ യാഗത്താൽ വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. അതാണ് ഇത് രഹസ്യാത്മകമാണ് എന്ന് പറയുന്നത്. കാൽവറിയിലും രഹസ്യാത്മകമായ ആരാധന യേശുതമ്പുരാൻ സമർപ്പിക്കുകയാണ്, അല്ലേ? കാൽവറിയിലും അവൻ രഹസ്യാത്മകമായ ആരാധന സമർപ്പിക്കുകയാ. പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ, നമ്മെ ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ തൻ്റെ ദേഹമാകുന്ന തിരശീല അവൻ കീറുകയാണ്. നമുക്കറിയാം, യേശുതമ്പുരാൻ ജീവിച്ചിരുന്നപ്പോൾ അവൻ്റെ വാക്കുകൾ കാതോർത്ത് കേട്ടത് അസംഖ്യം ആളുകളാണ്, അല്ലേ?
അവൻ്റെ വാക്കുകൾ കേട്ടത് അനേകം പേർ അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചു, അവരുടെ ജീവിതത്തെ സ്പർശിച്ച വാക്കുകളാണ്. പക്ഷേ കാൽവറിയിൽ അവൻ ജനത്തോട് സംസാരിക്കുന്നില്ല. അവനെ ന്യായം വിധിക്കുവാനായി കൊണ്ടുവന്നപ്പോൾ ന്യായാധിപന്മാരോട് യേശുതമ്പുരാൻ സംസാരിക്കുന്നില്ല. ഒരുപക്ഷെ ആ ന്യായാധിപന്മാരുടെ മുമ്പാകെ നിന്ന് യേശുതമ്പുരാൻ ഒരു നല്ല പ്രസംഗം നടത്തിയിരുന്നെങ്കിൽ അവരുടെ വായടഞ്ഞു പോയേനെ. കാരണം യഹൂദന്മാർ തന്നെ പറയുന്നുണ്ട്, ഇവൻ ഈ ജ്ഞാനം എവിടുന്ന് കിട്ടി, ഇവൻ്റെ ജ്ഞാനത്തെ തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് യഹൂദന്മാർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ന്യായാധിപ സംഘത്തിലും പിലാത്തോസിൻ്റെ മുമ്പാകെയും ഹെറോദേസിന്റെ മുമ്പാകെയും ഹന്നാന്റെയും കയ്യാപ്പാവിൻ്റെയൊക്കെ മുമ്പാകെയും യേശുതമ്പുരാൻ മൗനമായി നിന്നുവെന്നാ പറയുന്നത്. അതാണ് രഹസ്യാത്മകമായ ആരാധനയുടെ കേന്ദ്രം നാം അവിടെ കാണുകയാണ്. കാരണം ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിനെയാണ് നാം അവിടെ കാണുന്നത്. അതുകൊണ്ട് തനിക്ക് ആസന്നമായിരിക്കുന്ന വിധിയെ കർത്താവിനറിയാം. തനിക്ക് ആസന്നമായിരിക്കുന്ന വിധിയെ കർത്താവിനറിയാം. അത് കാനാവിൽ തുടങ്ങിയതാണ്. നമ്മുടെ നോമ്പ് ആരംഭിക്കുമ്പോൾ ആദ്യം കാണുന്ന അത്ഭുതം തന്നെ കാനാവിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന അത്ഭുതമാണ്. യേശുതമ്പുരാനോട് മറിയം വന്ന് പറയുന്നുണ്ട്, ഇവർക്ക് വീഞ്ഞില്ല എന്ന്. യേശുതമ്പുരാൻ മറിയമിനോട് പറയുന്നത്, എനിക്കും നിനക്കും എന്ത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. കാരണം ഈ അത്ഭുതം ആരംഭിച്ചു കഴിഞ്ഞാൽ കാൽവറിയിലേക്കുള്ള ദൂരം ഇനി കുറയുകയാണ്, അല്ലേ? കാനാവിൽ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാൽ കാൽവറിയിലേക്കുള്ള ദൂരം കുറയുക. അത് കർത്താവിന് ഭംഗിയായിട്ടറിയാം. അതാണ് യേശുതമ്പുരാൻ അവിടെ പറയുന്നത്, എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിക്കുന്നത്. അതെ, കാൽവറിയിലേക്കുള്ള ദൂരം കൃത്യമായിട്ട് കർത്താവിനറിയാം. അതുകൊണ്ടാണ് യേശുതമ്പുരാൻ ഹന്നാന്റെയും കയ്യാഫാവിൻ്റെയും മുമ്പാകെ, ഹെറോദേസിന്റെ മുമ്പാകെ അവൻ മിണ്ടാതെ നിൽക്കുകയാ, ഒരു കുഞ്ഞാട്ടിൻകുട്ടിയെ പോലെ. ഈ കുഞ്ഞാട്ടിൻകുട്ടി ഏത് കുഞ്ഞാട്ടിൻകുട്ടിയാണെന്നാണ് പറയുന്നത്? ഇന്നത്തെ രാത്രി നമസ്കാരത്തിൽ പ്രൊമിയോൻ സദറയിൽ ഭംഗിയായി ആവിഷ്കരിച്ച ഒരാരാധനാ സന്ദർഭമാണത്. ഈ കുഞ്ഞാട്ടിൻകുട്ടിയെക്കുറിച്ച് ഇന്ന് രാത്രി നമസ്കാരത്തിൽ അതിൻ്റെ 3-ാം കൗമയിൽ ശ്രദ്ധിച്ചു കാണും. യഹോവയാം ദൈവത്തിനൊരു ബലി അർപ്പിക്കുവാൻ അബ്രഹാം പോയത്. ആരെ ബലി അർപ്പിക്കുവാനാ? തൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ. അത് യഹോവയാം ദൈവം പറയുന്നത് മോറിയ ദേശത്തെ ഒരു മലയിൽ, അത് നമ്മൾ മോറിയ മലയിൽ എന്ന് വിളിക്കും, അല്ലേ? അതും രഹസ്യാത്മകമായ ഒരാരാധനയാണ്, മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാരാധനയാണ്. പിതാക്കന്മാർ പറയുന്നു, യേശുതമ്പുരാനിലൂടെയുള്ള ആ വലിയ രക്ഷ, വലിയ വീണ്ടെടുപ്പ് ദൈവം അബ്രഹാമിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. കാരണം ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി എന്ന് പറയുന്നത് മനുഷ്യവർഗത്തെ മുഴുവൻ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. അത് ഏദനിൽ മനുഷ്യൻ വീണ കാലം മുതൽ ആരംഭിച്ചതാണ്. ആ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേർന്ന അനവധി പേരുണ്ട്. അതിലൊരാളാണ് അബ്രഹാം. അബ്രഹാമിന് ഈ രക്ഷാകര പദ്ധതി ദൈവം കാണിച്ചു കൊടുത്തതാണ്. അവൻ ഒരേ ഒരു മകനെ കൊടുത്തിട്ട് അവനോട് പറയുകയാണ്, നിന്റെ മകനെ മോറിയാദേശത്ത് പോയി മലയിൽ ബലിയർപ്പിക്കുവാൻ. അവിടെ നാം കാണുന്നു, ആ പ്രൊമിയോൻ സദറയിൽ വളരെ ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് കർത്താവും ഇസഹാക്കും തമ്മിലുള്ള ബന്ധം. കർത്താവിൻ്റെ ബലിയും ഇസഹാക്കിൻ്റെ ബലിയർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം പിതാക്കന്മാർ ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു രഹസ്യാത്മകമായ ആരാധന. അവിടെ പറയുകയാണ്, അബ്രഹാം തൻ്റെ മകനെ കഴുതപ്പുറത്ത് കയറ്റിക്കൊണ്ടുപോവുകയാണ്. ഹോമയാഗം അർപ്പിക്കുവാനുള്ള വിറകൊക്കെ നുറുക്കി തിരുവചനം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, അത് ഇസഹാക്കിൻ്റെ തോളിന്മേൽ വയ്ക്കുന്നു. പിതാക്കന്മാർ പറയുകയാണ്, കാൽവറിയിലേക്ക് തൻ്റെ ബലിക്കായി കുരിശും ചുമന്നു കൊണ്ടുപോയ യേശുതമ്പുരാനെ സൂചിപ്പിക്കുകയായിരുന്നു തൻ്റെ ബലിക്കായിട്ടുള്ള വിറകും ചുമന്ന് ഇസഹാക്ക് മോറിയ മലയിലേക്ക് കയറിപ്പോയത്. പിതാവാം അബ്രഹാമിന് യഹോവയാം ദൈവം അത് കാണിച്ചു കൊടുക്കുകയായിരുന്നു ആരാധനയിലൂടെ, രഹസ്യാത്മകതമായ ആ ബലിയിലൂടെ എന്ന് ഓർക്കുകയാണ്. അവിടെ ഇതാ അബ്രഹാമിനോട് ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പ ഹോമയാഗത്തിനുള്ള വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ശ്രദ്ധേയമായ ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നത്. ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. പിതാക്കന്മാർ പറയുന്നു, യേശുതമ്പുരാൻ ഗത്സമനയിൽ പ്രാർത്ഥിക്കുക, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം, കാരണം ഇത് കുടിക്കാനുള്ള കരുത്ത്, അതെ ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കുക. അപ്പോഴാണ് അബ്രഹാം ഇസഹാക്കിനോട് പറയുന്നത്, മകനെ ദൈവം കരുതിക്കൊള്ളും. ദൈവഹിതത്തെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തുകയാണ്. അവിടെ പിതാക്കന്മാർ പറയുക, രഹസ്യാത്മകമായ ഒരു ആരാധന. അവിടെ നാം കാണുന്നു, അബ്രഹാം ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിലിടുന്നു. അവനെ അറുക്കുവാൻ കത്തി ഉയർക്കുകയാണ്. കത്തി ഉയർത്തിയപ്പോഴാണ് ദൈവം അബ്രഹാമെ എന്ന് വിളിച്ചത്. അബ്രഹാമെ എന്ന് വിളിച്ചപ്പോൾ അവൻ തലപൊക്കി നോക്കിയപ്പോൾ അവനൊരു ആട്ടിൻകുട്ടിയെ കാണുന്നു. ആട്ടിൻകുട്ടി എവിടാ കാണുന്നത്? കൊമ്പ് ഒരു വൃക്ഷത്തിൽ ഉടക്കി കിടക്കുകയാണ്.
നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ആട്ടിൻകുട്ടികളെയൊക്കെ നാം വളർത്തും. ഇതെപ്പോഴും ഓടി നടക്കുന്ന ജീവിയാണ്. ചെറിയൊരു അസ്വസ്ഥത വന്നാൽ ഉറക്കെ വിളിക്കും, വല്ലാതെ ബഹളം ഉണ്ടാക്കും ഇല്ലേ? അത് കിടന്ന് വല്ലാതെ കരയും. ചെറിയൊരു ഭയം മതി, ഒരു ശത്രു സാന്നിധ്യം മതി, അത് കിടന്ന് നിലവിളിക്കുകയും കരയുമൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ ഇതാ കൊമ്പ് കാട്ടിലുടക്കിയിട്ടും അത് നിശബ്ദമായിട്ട് അവിടെ കിടന്നു. അവർ കയറിപ്പോയപ്പോഴൊന്നും കണ്ടില്ല. അതുകൊണ്ട് ആ പിതാക്കന്മാർ പറയുന്നത്, ഇസഹാക്കിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം കൊടുത്ത ഒരു കുഞ്ഞാടാണ്, വൃക്ഷത്തിലൂടെ നൽകി എന്നാ പറയുന്നത്. പിതാക്കന്മാർ പറയുകയാണ്, മരം, വൃക്ഷം മനുഷ്യൻ്റെ പാപത്തിന് കാരണമായ ഒന്നാണ്. കാരണം വൃക്ഷത്തിൻ്റെ ഫലമാണ് ഹൗവയും ആദമും പറിച്ചു നിന്ന് പാപത്തിലേക്ക് വീണത് എങ്കിൽ അബ്രഹാമിന് യഹോവയാം ദൈവം മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി വൃക്ഷത്തിലൂടെ ഒരുക്കുന്ന ആ രക്ഷാപദ്ധതിയെ കാണിച്ചു കൊടുക്കുക. കുഞ്ഞാടിനെ വൃക്ഷം നൽകിയെന്ന് നാം ആരാധനയിൽ പാടുന്നുണ്ടല്ലേ? ഇവിടെ ഇതാ ഗോകുൽത്തായിൽ തൻ്റെ ബലിയർപ്പണത്തിൽ ആ മരക്കുരിശിൽ യേശുതമ്പുരാൻ യാഗമായി തീരുകയാണ്, നമ്മുടെ മുഴുവൻ വീണ്ടെടുപ്പിന് കാരണമായി. അതെ, യേശുതമ്പുരാൻ്റെ പ്രാർത്ഥന, അവൻ്റെ പ്രാർത്ഥനാ സ്ഥലമായിരുന്നു ഇപ്രകാരമുള്ള ഇട. ഈ ഗത്സമനയാണെങ്കിലും താഴ്വാരമാണെങ്കിലും പൂന്തോട്ടമാണെങ്കിലും അത് മലമുകളാണെങ്കിലും മാത്രമല്ല അത് വിജനപ്രദേശമാണെങ്കിലും അവൻ്റെ പ്രാർത്ഥനാ സ്ഥലമാണ്. അവൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത അത് രഹസ്യാത്മകമായ ഒരു ആരാധനയാണ്. ഞാൻ നിങ്ങളും ഓർക്കുക, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു രഹസ്യാത്മകമായ അനുഭവം, അന്തരീക്ഷം, ദൈവ സംസർഗം ഉണ്ടാകുവാൻ തക്കവണ്ണം ആരാധനയിലൂടെ ഇടയാകണം. അത് പിതാക്കന്മാർക്കൊക്കെ ദൈവം കാണിച്ചു കൊടുത്തതാണ്. അതേ, ദൈവ സംസർഗം, രഹസ്യാത്മകമായ സംസർഗം ദൈവം തമ്പുരാൻ പ്രത്യേകം മോശയ്ക്കും ഏലിയാവിനും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ആരാധനയുടെ മഹത്വം. അതേ, മോശ ഒരു മുൾപ്പടർപ്പ് കണ്ടതായി പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട് മോശ കണ്ട മുൾപ്പടർപ്പ്. അതും ദൈവം തമ്പുരാൻ മോശയ്ക്ക് ആരാധനയുടെ ഒരു രഹസ്യാത്മകത കാണിച്ചു കൊടുക്കുകയായിരുന്നു. കാരണം മരുഭൂമിയിലൂടെ മോശ ആടുകളെ മേയിച്ചു കൊണ്ട് പോകുമ്പോൾ മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, പക്ഷേ അത് വെന്തു പോകുന്നില്ല. അതാണ് മോശയെ ആകർഷിച്ചത്. നമുക്കറിയാം, മരുഭൂമിയിൽ മുൾച്ചെടികളൊക്കെ കത്തും. കാരണം സ്വാഭാവികമാണ്, അത് കാറ്റടിച്ച് വൃക്ഷങ്ങൾ ഉരയുമ്പോൾ തീ ഉണ്ടായാൽ. മാത്രമല്ല, ഒരു ചെറിയ കനലും പൊരിമതി ഈ നല്ല വേനലൊക്കെ ആകുമ്പം നമുക്കറിയാം ചപ്പ് ചവറുകൾ തീ പിടിക്കും. അതുകൊണ്ട് സ്വാഭാവികമാ കാഴ്ച. പക്ഷേ മോശ എന്തുകൊണ്ടാണ് അത് ശ്രദ്ധിച്ചതെന്ന് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. മുൾപ്പടർപ്പ് കത്തുന്നുവെങ്കിലും അത് വെന്തു പോകുന്നില്ല. അടുപ്പിൽ പാചകം ചെയ്യുന്ന അമ്മമാർക്കറിയാം, നമ്മളൊരു വിറക് വെച്ചാൽ അത് എരിഞ്ഞ് തീരും. ഒരു കലം വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് മിക്കവാറും ആ വിറക് എരിഞ്ഞ് തീരും. പക്ഷേ ഇവിടെ മോശ കണ്ട മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, പക്ഷേ അത് എരിഞ്ഞു പോകുന്നില്ല, അതേപടി നിൽക്കുന്നു. അതെന്താണ് ആ കാഴ്ച, ആ അത്ഭുതമെന്ന മോശ പോയി നോക്കിയത്. അവിടെ ചെന്നപ്പോഴാണ് മോശ എന്ത് കാണുന്നത്? അതെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ആ മുൾപ്പടർപ്പിൽ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളും ഓർക്കുക, ഇതാണ് ആരാധനയുടെ ഒരു രഹസ്യാത്മകത. ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അത് തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. നമ്മുടെ ഓരോ ആരാധനയിലും ഒരുക്കുന്ന രഹസ്യാത്മകത. പക്ഷേ ഇവിടെ പലപ്പോഴും പലരും പറയും, നിങ്ങളിങ്ങനെ ബിംബാരാധന നടത്തുകയല്ലേ, ഒരു കുരിശും ചുമന്നുകൊണ്ട് നിങ്ങളിങ്ങനെ അതിനെ മുത്തുകയും അതിനെ ഉയർത്തുകയും ഒക്കെ ചെയ്യുകയാണ്. പലപ്പോഴും ഒരു ബിംബാരാധന എന്ന് പറയാറ് നമ്മെ പരിഹസിക്കാറുണ്ട്. ഞാൻ നിങ്ങളും ഓർക്കുക, ഇതൊരു ബിംബാരാധനയല്ല, ഇതൊരു രഹസ്യാത്മകമായ ആരാധനയാണ്. ഓശാന പെരുന്നാളിൽ കുരുത്തോലകളുമേന്തി ദേവാലയത്തിന് പ്രദക്ഷിണം ചെല്ലുമ്പോൾ യേശുതമ്പുരാൻ വിജയശ്രീലാളിതനായി യെരൂശലേം ദേവാലയത്തിലേക്ക് പോയ യാത്രയെ അനുസ്മരിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനിരിക്കുന്ന യേശുതമ്പുരാൻ്റെ രണ്ടാമത്തെ വരവിനെ നാം ആഘോഷിക്കുക കൂടെയാണ് എന്ന് നാം ഓർക്കണം. അതൊരു ബിംബാരാധനയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ നാം ഒന്ന് ആവിഷ്കരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലൂടെ, വർത്തമാന കാലത്തിലൂടെ. അതുപോലെ തന്നെ ഈ കാൽവറിയുടെ ചുവട്ടിലിരിക്കുമ്പോൾ ഈ കാൽവറി അനവധി രഹസ്യങ്ങളുടെ ചുരുളുകൾ നമ്മുടെ മുമ്പാകെ അഴിച്ചിടുകയാണ്. കാൽവറി അനവധി രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിച്ചിടുകയാണ്. അതെ, മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പിതാവാം ദൈവം ഒരുക്കിയ വലിയ രക്ഷാപദ്ധതിയുടെ ചുരുളുകളാണ് ഈ കാൽവറിയുടെ ചുവട്ടിൽ നമുക്കായി ചുരുൾ നിവരുന്നത് എന്ന് ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. പിതാവാം ദൈവം ഒരുക്കിയ രക്ഷയാണ്. യേശുതമ്പുരാന്റെ അനുഭവത്തിൽ ഈ രഹസ്യാത്മകമായ അനവധി യാത്രകൾ നാം കാണുന്നുണ്ട്. ഗത്സമനയിൽ മാത്രമല്ല, ഏദൻ മുതൽ ഇങ്ങോട്ടുള്ള മരുഭൂമിയുടെ അനുഭവങ്ങളിലും മാത്രമല്ല മലമുകളിലും, അതോടൊപ്പം തന്നെ
നമ്മുടെ ജീവിതത്തിൽ താഴ്വാരങ്ങളിലുമൊക്കെ അനവധി അത്ഭുതങ്ങൾ, ഇതുപോലെയുള്ള രഹസ്യാത്മകമായ പ്രവർത്തനങ്ങൾ നാം കാണുന്നുണ്ട്. മോശയ്ക്കും ഏലിയാവിനുമൊക്കെ ഇത് വെളിപ്പെടുത്തിയതിൻ്റെ ചിത്രങ്ങൾ ഏലിയാവിൻ്റെ കർമ്മേൽ മലയിലോ ബലിയിൽ നാം കാണുന്നുണ്ട്. ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ അഗ്നി ഇറങ്ങി ബലിയെ സ്വീകരിക്കുന്ന ആ രഹസ്യാത്മകമായ ദൈവിക സാന്നിധ്യത്തെ നാം കാണുന്നുണ്ട്. ഞാൻ നിങ്ങളും ഓർക്കുക, നമ്മുടെ ഈ കഷ്ടാനുഭവ ദിവസങ്ങളിലെ ആരാധന, നമ്മുടെ പ്രാർത്ഥന ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കി ആ വലിയ രക്ഷയുടെ രഹസ്യങ്ങളുടെ ചുരുളഴിയുന്നതാകണം. ആ കാൽവറിയിലേക്ക് നോക്കുമ്പോൾ ഓർക്കുക, കാൽവറിയിൽ അവൻ ഒരു വാക്കുപോലും മിണ്ടിയില്ല എങ്കിലും, ചില വാക്കുകളൊക്കെ പറയുന്നുണ്ട്, അവിടെ വലിയ പ്രസംഗമൊന്നും നടത്തിയില്ല എങ്കിലും യേശുദമ്പുരാൻ അവിടെ കാൽവറിയിൽ പ്രസംഗം നടത്തുന്നില്ല. ഞാൻ പറഞ്ഞുവല്ലോ, ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പാകെയും അവൻ പ്രസംഗിക്കുന്നില്ല, കാൽവറിയിലെ കുരിശിലും അവൻ പ്രസംഗിക്കുന്നില്ല. അവൻ പ്രസംഗങ്ങളൊന്നും നടത്തിയില്ല എങ്കിലും ഇന്നും ആ കുരിശ് അനവധി സന്ദേശങ്ങളാണ് നമുക്കായി പകർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആയുഷ്കാലങ്ങളിൽ ഓരോ കഷ്ടാനുഭവ ദിവസങ്ങളിലും ദുഃഖവെള്ളി ആരാധനകളിലും ഈ കുരിശ് നമ്മോട് സംസാരിക്കുന്ന സന്ദേശങ്ങൾ നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം രഹസ്യങ്ങളാണ് അത് നമ്മോട് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ രക്ഷയുടെ രഹസ്യങ്ങളാണ്. നമ്മെ രക്ഷയിലേക്ക് കരം പിടിച്ച് നടത്തുന്ന രഹസ്യങ്ങളാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ യേശുതമ്പുരാന്റെ തിരുശരീര രക്തങ്ങൾ, അവൻ്റെ ശരീരം നുറുക്കപ്പെട്ടത്, അവൻ്റെ ശരീരത്തിൽ ഓരോരോ പാടുകൾ സഹിച്ചത്, പങ്കപ്പാടുകൾ സഹിച്ചത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള രഹസ്യങ്ങളുടെ പൂർത്തീകരണമാണ് എന്ന് ഈ ആരാധന നമ്മോട് പറയുകയാണ്. പ്രമിയോൻ സദറയൊക്കെ നാം ധ്യാനിക്കുമ്പോൾ മനോഹരമായ അതിൻ്റെ ആവിഷ്കാരങ്ങളും ഈ രഹസ്യങ്ങളുടെ ചുരുടുകൾ നിവരുന്നതും കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ഓർക്കുക, അതെ, യേശുതമ്പുരാൻ ആ തോട്ടത്തിലേക്ക് പോവുകയാണ്. യൂദയും അതറിഞ്ഞിരുന്നുവെന്നാണ് പറയുന്നത്. യേശുതമ്പുരാൻ ആ തോട്ടത്തിലേക്ക് പോയത് ശിഷ്യന്മാർക്കത് വിശ്രമ സ്ഥലമായിരുന്നുവെങ്കിൽ യേശുതമ്പുരാന് ഒരു ആരാധനയുടെ ഇടമായിരുന്നു. ആ ആരാധനയുടെ പ്രത്യേകത രഹസ്യാത്മകമായ ഒരാരാധനയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും രഹസ്യാത്മകമാണ് നമ്മുടെ ആരാധന. പിതാവാം ദൈവത്തോടുള്ള സംസർഗമാണ് അത്. അവൻ്റെ വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കുന്ന ഇടമാണ്. ഈ രഹസ്യാത്മകമാകുമ്പോൾ നമുക്കറിയാം, മൗനമായിരുന്ന് ദൈവമെന്നറിഞ്ഞുകൊള്ളുവീനെന്ന തിരുവചനം നമ്മോട് പറയുന്നത്. ദൈവസന്നിധിയിൽ മൗനമായിരുന്ന് ദൈവമെന്നറിയണം. മൗനമായിട്ടിരിക്കുമ്പോഴാണ് ദൈവത്തോട് സംസാരിക്കുവാൻ നമുക്ക് അവസരമുണ്ടാകുന്നത്. ഒരു ആംഗ്ലിക്കൻ പുരോഹിതൻ്റെ ഒരു പുസ്തകത്തിൽ ഒരു സംഭവം അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്ന് ഓർക്കുകയാണ്. അദ്ദേഹം ലണ്ടനിലെ ഒരു വലിയ ദേവാലയത്തിൽ വികാരിയായിരിക്കുന്ന കാലഘട്ടം. ഒരു വലിയ പട്ടണത്തിൻ്റെ നടുവിലുള്ള ദേവാലയം. അനേകം പേർ രാവും പകലും അവിടെ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരും. ആ ദേവാലയത്തിൻ്റെ വാതിലുകൾ അടയുകയില്ല. അനേകം പേരവിടെ പ്രാർത്ഥിക്കാൻ കടന്നു വരും. മിക്കവാറും അദ്ദേഹവും ആ ദേവാലയത്തിൽ കാണും. എന്നാൽ എന്നും ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു കീറിപ്പറഞ്ഞ കോട്ടിട്ട ഒരു മനുഷ്യൻ, തലയിൽ ഒരു തൊപ്പി വെച്ച മനുഷ്യൻ ആ ദേവാലയത്തിൻ്റെ പടിഞ്ഞാറേ വാതുക്കൽ വന്ന് ആ പടിഞ്ഞാറേ ബെഞ്ചിൽ അല്പസമയം ഇരിക്കും. അദ്ദേഹം കണ്ണുനീരൊഴുക്കി മുട്ടുകുത്തി കൈകൂപ്പി പ്രാർത്ഥിക്കുന്നതൊന്നും ഈ പുരോഹിതൻ കണ്ടിട്ടില്ല. എന്നും കൃത്യസമയമാകുമ്പോൾ ആ മനുഷ്യൻ അവിടെ വരും. ആ ബെഞ്ചിൽ അല്പസമയം ഇരിക്കും. 1-2 മിനിറ്റ് ഇരിക്കും. അതിനുശേഷം എഴുന്നേറ്റ് ആ തൊപ്പിയൊന്നും ഊരി തല വണങ്ങി വീണ്ടും തൊപ്പി വെച്ചിട്ട് അദ്ദേഹം മടങ്ങിപ്പോകും. എന്നും ഈ കടന്നു വരുമെന്ന മനുഷ്യൻ എന്തിനു വേണ്ടി വന്നു? അദ്ദേഹം ഒന്നും പ്രാർത്ഥിക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ നിത്യ സ്വഭാവം കണ്ടിട്ട് ഈ പുരോഹിതനൊരു അത്ഭുതം. എന്താണെന്ന് അറിയണമല്ലോ. ഒരു ദിവസം അദ്ദേഹം വന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മെല്ലെ ഈ പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. സഹോദര, നിങ്ങൾ എന്നും ഈ ദേവാലയത്തിൽ വരുന്നത് ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ മുടങ്ങാതെ വരുന്നുണ്ട്. പക്ഷേ എന്നും നിങ്ങളിങ്ങനെ അവിടെ 2 മിനിറ്റ് ഇരിക്കുകയും നിങ്ങൾ എഴുന്നേറ്റ് ഈ തൊപ്പി ഊരി ഒന്ന് വണങ്ങിപ്പോവുകയും ചെയ്യും. നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ എന്നോടൊന്ന് പറയാമോ? അദ്ദേഹം പറയാം, ഞാനൊന്നും പ്രാർത്ഥിക്കാറില്ല, ഞാൻ വരുന്നത് ക്രിസ്തുവിനെ കാണാനാണ്. അതേ, ദരിദ്രനെ പോലെ തോന്നിപ്പിച്ച മനുഷ്യൻ പറയുക, ഞാൻ ക്രിസ്തുവിനെ കാണാനാണ്. ഞാൻ വന്നിരുന്ന് കുറേ നേരം അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കും. അവൻ എന്നെയും കുറച്ചു നേരം നോക്കും. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് പറയും, ഹായ്, ഐ ആം ജിം, ഐ ആം ഫൈൻ. അതെ ക്രിസ്തു, ഞാൻ ജിം, ഞാൻ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ മടങ്ങിപ്പോകും. വേറെ ഒന്നും പ്രാർത്ഥിക്കാറില്ല. പുരോഹിതന് വളരെ അത്ഭുതമായി തോന്നി. പലപ്പോഴും ഇന്ന് നമ്മുടെ ആരാധന ഇടങ്ങളെന്ന് പറയുന്നത് ആരവാരങ്ങളുടെയും ആഘോഷത്തിൻ്റെയും പിടിയിലായി. രഹസ്യാത്മകമായ
ശാന്തമായ മൗനമായ അന്തരീക്ഷമൊക്കെ നഷ്ടപ്പെട്ട് ആരവാരങ്ങളുടെയും ആഘോഷങ്ങളുടെയും പിടിയിലമർന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കും. നമ്മുടെ ആരാധനാലയങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ആഘോഷങ്ങളാണെങ്കിലും. ഞങ്ങളുടെയൊക്കെ ദേവാലയങ്ങളിൽ അഭിമന്യ ഇടവമത്ര പുലിത്ത തിരുമനസ്സുകൊണ്ടൊരു കൽപ്പന അയക്കുകയുണ്ടായി. ഇനിയും പെരുന്നാളുകളൊക്കെ ആഘോഷിക്കുമ്പോൾ വലിയ ഫ്യൂഷനോ അതുപോലെ തന്നെ ആരാധനാലയത്തിന് ചേരാത്ത നടപടികളോ ഉണ്ടാകരുത് എന്ന്, അങ്ങനെ ഒരു കൽപ്പനയിലൂടെ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ ആരാധനാലയങ്ങളിൽ നടക്കുന്നത്. ഒരുപക്ഷെ അത് നമുക്ക് എങ്ങനെ പറയും? കാരണം ഇന്ന് ഓരോ പെരുന്നാളുകളെന്നൊക്കെ പറയുന്നത് വലിയ ദിവസങ്ങളാണ്. ദൈവം നമുക്ക് നൽകിയ രക്ഷയെ ഘോഷിക്കുന്ന ദിവസങ്ങളാണ്. ആ രക്ഷയുടെ പടവുകൾ കയറിയ വിശുദ്ധന്മാരുടെ ജീവിതത്തെ നാം മാതൃകയാക്കി അവർ നടന്ന വഴിയിലൂടെ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ നാം സഞ്ചരിക്കുന്ന ദിവസങ്ങളാണ്. അത് വിശുദ്ധ കുർബാന അനുഭവത്തിൻ്റെ കുംഭസാരത്തിൻ്റെ ദിവസങ്ങളാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മുടെ പെരുന്നാളുകളൊക്കെ ആഘോഷങ്ങളുടെ പിടിയിലകപ്പെട്ടു. പണ്ടൊക്കെ ചെണ്ടമേളത്തിൻ്റെ കൂടെ നമ്മുടെ ആളുകൾ തുള്ളുമായിരുന്നു. ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് അതിനുമൊക്കെ അപ്പുറത്തേക്ക് DJ പാർട്ടിയൊക്കെ ആരാധനാലയങ്ങളിൽ കൊണ്ടുവരുന്ന കാലഘട്ടം. ആ പെരുന്നാളുകൾക്കൊക്കെ ഉത്സവ പറമ്പുകളിലൊക്കെ കാണുന്ന DJ പാർട്ടിയൊക്കെ നമ്മുടെ ആരാധനാലയങ്ങളിലും കൊണ്ടുവരുന്ന കാലഘട്ടമാണ്. ഒരുപക്ഷെ നമ്മുടെ ആരാധനാലയങ്ങൾ ശാന്തമായ രഹസ്യാത്മകമായ പ്രാർത്ഥനയുടെ ഇടങ്ങളായിരുന്നിടത്ത് ഇന്ന് പലപ്പോഴും ആഘോഷങ്ങളുടെയും ആഡംബരങ്ങളുടെയും ബഹളങ്ങളുടെയും പിടിയിൽ ഇന്ന് പലപ്പോഴും സ്വസ്ഥമായിട്ട് വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ദേവാലയത്തിൽ പോലും കഴിയുവാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഇടവകയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പൊതുയോഗങ്ങൾ പോലും പൊതുദ്രോഹങ്ങളായി തീരുകയും, ആരാധനയ്ക്ക് ശേഷം ശാന്തമായ നിങ്ങൾ തൃപ്തരായി സമാധാനത്താലെ പോകുവീൻ എന്ന് പറഞ്ഞതിന് ശേഷം നടത്തുന്ന പൊതുയോഗത്തിലുള്ള സമാധാനം മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരന്തരീക്ഷത്തിലാണ്. ഇല്ലേ? എന്തിനോ വേണ്ടി അല്ലേ? കുട്ടികൾ പറയുന്നത് പോലെ, നമ്മുടെ ചെറുപ്പക്കാർ പറയുന്ന പോലെ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞതിൽ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ബഹളം കൂട്ടുന്ന ഒരു പറ്റം ആൾക്കാർ. അതേ രഹസ്യാത്മകമായ ആരാധനയുടെ ശാന്തമായ അഗാധമായ ആ വലിയ അന്തരീക്ഷത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് ബഹളമയമായി ആഘോഷങ്ങളും ആഡംബരങ്ങളും നമ്മുടെ ആരാധനയെ വല്ലാതെ ഗ്രസിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ ഓരോ ചടങ്ങുകളും ഈ രഹസ്യാത്മകമായ ആരാധനയുടെ ആവിഷ്കാരമാണ്. പരിശുദ്ധ മാമോദീസയാണെങ്കിലും വിശുദ്ധ വിവാഹ കൂദാശയാണെങ്കിലും എല്ലാ കൂദാശകളും അത് രഹസ്യാത്മകമായ ഒരു അനുഭവമാണ്. വിവാഹ കൂദാശ നോക്കേ, നമുക്കറിയാം, പള്ളിയിലേക്ക് വധൂവരന്മാർ കയറുമ്പോൾ അവർ സഹോദരങ്ങളായിട്ട് ആ പടി കയറി പള്ളിയിലേക്ക് വരുന്നത്. പക്ഷേ ആ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ ആ കൂദാശ കഴിഞ്ഞ് അവർ വെളിയിലേട്ടിറങ്ങുമ്പോൾ പിന്നെ അവരെന്താ നമ്മൾ വിളിക്കുന്നത്? ഭാര്യ ഭർത്താക്കന്മാരായി, ദമ്പതികളായി. ഇല്ലേ? അത് രഹസ്യാത്മകമായ ഒരു ആരാധനയാണ്. ദൈവം തമ്പുരാൻ അവരുടെ ജീവിതത്തിൽ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ ആ വലിയ പദവിയിലേക്ക് ഉയർത്തുന്നതാ. അത് ഈ ആലയത്തിൽ നടക്കുന്ന ആരാധനയുടെ അനന്തരഫലമാ, രഹസ്യാത്മകമാണ്. പക്ഷെ ഞാൻ നിങ്ങളും ഓർക്കുക, ആ വലിയ ആഘോഷത്തിനല്ല ഇന്ന് ആളിൻ്റെ സാന്നിധ്യം. പിന്നെയോ അതിന് മുമ്പും പിമ്പുമുള്ള പ്രീ വെഡിങ് ഷൂട്ടും അതിനുശേഷമുള്ള ഓരോരോ സംഗതികൾക്കുമാ ഇന്ന് വലിയ വലിയ പ്രാധാന്യം നാം കൊടുക്കുന്നത്. ഈ ഒരു ആരാധനയുടെ പ്രാധാന്യം നമ്മുടെ ഭവനങ്ങളിൽ നഷ്ടപ്പെട്ടു, നമ്മുടെ ആരാധനാലയങ്ങളിൽ പോലും നഷ്ടപ്പെട്ടു. ഈ പീഡാനുഭവ ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നാം ഇരിക്കുക. ഓർക്കുക, യേശുതമ്പുരാൻ രഹസ്യമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അനവധി സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു. അവൻ്റെ കഷ്ടാനുഭവം ആരംഭിക്കുന്നതിന് മുമ്പ് അവൻ കെദ്രോൻ തോട്ടിൻ്റെ അക്കരയിൽ ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് ആ തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയി. യൂദയും ആ സ്ഥലം അറിഞ്ഞിരുന്നു. അവൻ പോകുന്നത് അവൻ്റെ ജീവിതത്തിലെ രഹസ്യാത്മകമായ ഒരു ആരാധന സംസർഗത്തിലേക്കാണ്, പിതാവാം ദൈവവുമായിട്ടുള്ളൊരു സംസർഗത്തിലേക്കാണ്. നമുക്കറിയാം, ഈ യാക്കോബിന് ഈ ഒരു സംസർഗമുണ്ടായി. അതാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായത്. അവൻ സമ്പാദ്യങ്ങൾ നേടിയപ്പോഴല്ല അവൻ്റെ ജീവിതത്തിൽ ഒരു പുതുക്കമുണ്ടായത്. അവൻ ഒത്തിരി സമ്പാദ്യം കിട്ടി, പിതാവിൻ്റെ അനുഗ്രഹം കിട്ടി. എന്നിട്ടും ലക്ഷ്യമില്ലാതെ ഉഴന്നലയുന്ന അവസരത്തിലാണ് അവനൊരു കല്ല് തലയിണയായി വെച്ച് കിടന്നുറങ്ങുമ്പോഴാണ് അവനൊരു ദർശനമുണ്ടാകുന്ന. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നാം അവിടെ കാണുന്നുണ്ട്, അല്ലേ? ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവൻ കണ്ട ദർശനത്തിൽ ഇതാ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരനുഭവം.
അതേ, രഹസ്യാത്മകമായ ഒരു അനുഭവം പറയുകയാണ്. ഇവിടെ ദൈവമുണ്ടായിരുന്നു, ഞാനോ അത് അറിഞ്ഞില്ല. അവൻ ആ കല്ല് തൂണായി നാട്ടി അതിന്മേൽ എണ്ണയൊഴിച്ച് ഒരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്ന ഒരനുഭവം. അതേ, ഞാൻ നിങ്ങളും ഓർക്കുക, പിതാക്കന്മാരുടെ കാലം മുതൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ഒരുക്കുന്ന ഒരു ദൈവ സംസർഗത്തിൻ്റെ അനുഭവം, പ്രാർത്ഥനയുടെ അനുഭവം ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങളും ഓർക്കുക, ഈ പീഡാനുഭവ ദിവസങ്ങളിൽ നമ്മുടെ ആരാധനാലയങ്ങൾ പോലും അങ്ങനെ ഒരു സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതെ, ഈ കഷ്ടാനുഭവ ദിവസങ്ങളിൽ യേശു തമ്പുരാൻ നമ്മോട് പറയുകയാ, തൻ്റെ ജീവിതത്തിൽ താൻ തെരഞ്ഞെടുത്തപ്പെട്ട പ്രാർത്ഥനകളുടെ ഇടങ്ങൾ, ആ പ്രാർത്ഥനകളൊക്കെ ദൈവ സംസർഗത്തിൻ്റെ രഹസ്യാത്മകമായ ആവിഷ്കാരങ്ങളായിരുന്നു. കാൽവറിയുടെ ചുവട്ടിലും നാം ആയിരിക്കുമ്പോൾ ഓർക്കുക, ഇതൊരു ദൈവ സംസർഗത്തിൻ്റെ അനുഭവമാണ്. അവൻ നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ, മാത്രമല്ല രക്ഷയുടെ രഹസ്യങ്ങൾ ചുരുളഴിയുന്നത് കാണുവാൻ, ആ ക്രൂശിലേക്ക് നോക്കുവാൻ തക്കവണ്ണം ഇടയാകണം. രണ്ടാമത്, അത് പ്രാർത്ഥനയുടെ ദൈവ സംസർഗത്തിൻ്റെ മാത്രമല്ല, അത് രൂപാന്തരത്തിൻ്റെ അവസരം കൂടെയാണ്. അവൻ മലയിലേക്ക് കയറിയാലും, മാത്രമല്ല അവൻ ഈ പൂന്തോട്ടത്തിലേക്ക് കടന്നു വന്നാലും, താഴ്വരയിലേക്ക് വന്നാലും, അതിലുപരി വിജനപ്രദേശത്തേക്ക് പോയാലും, പ്രാർത്ഥനയുടെ സ്ഥലമാണെങ്കിൽ അത് രൂപാന്തരത്തിൻ്റെ സ്ഥലം കൂടെയാണ്. ശിഷ്യന്മാർ യേശുവിനെ കണ്ട് അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട്, ഇല്ലേ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യേശു തമ്പുരാൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ച് മറുരൂപ മലയിലേക്ക് പോകുന്നു പ്രാർത്ഥിക്കുവാൻ. പ്രാർത്ഥനയുടെ മധ്യേ അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്നു, അവൻ്റെ വസ്ത്രം വിളങ്ങുന്നു. അവൻ മാത്രമല്ല, തേജസ്സിൽ മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നു. ഉറക്കമുണർന്ന ആ ശിഷ്യന്മാർ കാണുന്നത് തേജസ്കരണത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ അനുഭവമാണ്. അതാണ് ദൈവ സംസർഗം നമുക്ക് പകർന്നു തരുന്നത്. പരിശുദ്ധ നോമ്പ് നമ്മെ കൊണ്ടുവന്നെത്തിക്കുന്നതും ഈ ഒരു തേജസ്കരണത്തിൻ്റെ വഴിയിൽ തന്നെയാണ്. ദൈവ സംസർഗത്തിൻ്റെ അനുഭവം, പ്രാർത്ഥനയുടെ അനുഭവം നമ്മെ വഴി നടത്തുന്നത് ഈ ഒരു തേജസ്കരണത്തിലേക്കാണ്. നാം കാണുന്നുണ്ട്, മോശ മരുഭൂമിയിൽ സീനായി മലയുടെ മുകളിൽ യഹോവയാം ദൈവത്തോടൊപ്പം 40 രാവും 40 പകലും തെരഞ്ഞെടുത്തു, ചിലവഴിച്ചു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 28-29 വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, അവിടെ അവനിതാ ദൈവ സംസർഗത്തിൽ നാം താഴേക്കിറങ്ങുമ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് സൂര്യനെ പോലെ ശോഭിക്കുന്നു. ദൈവ സംസർഗം അവനെ തേജസ്കരണത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതും ഈ ഒരു തേജസ്സോടെയാണ്. പാപം ചെയ്ത മനുഷ്യൻ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു, ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ് തിരുവചനം പറയുന്നത്. എന്നാൽ ഞാൻ നിങ്ങളും ഓർക്കുക, ഈ ഒരു ആരാധനയുടെ അനുഭവം, ഈ ഒരു പ്രാർത്ഥനയുടെ അനുഭവം, ദൈവ സംസർഗത്തിൻ്റെ അനുഭവം നമ്മെ തേജസ്കരണത്തിലേക്ക് നയിക്കുന്നതാണ്. മറന്നുപോകരുത്, യേശുതമ്പുരാൻ ആ തേജസ്കരണത്തിൻ്റെ ഭാവം നമുക്ക് ശിഷ്യന്മാരെ കാണിച്ചുവെങ്കിൽ അത് മോശയ്ക്കും ഏലിയാവിനും യഹോവയാം ദൈവം കാട്ടിക്കൊടുത്തതാ, അല്ലേ? മോശയുടെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, ഏലിയാവും അഗ്നിരഥത്തിൽ തേജസ്സോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതായി തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അതെ, യേശുതമ്പുരാൻ്റെ കാൽവറിയിലൂടെ ഒരു തേജസ്കരണത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ വഴിയിലൂടെ നാം കടന്നു വന്നിരിക്കുകയാണ്. കാൽവറിയിൽ അവൻ നമുക്ക് വേണ്ടി യാഗമായപ്പോൾ അവൻ്റെ രക്തത്തുള്ളികളാൽ നമ്മുടെ ജീവിതത്തിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അവൻ നമുക്ക് തരികയായിരുന്നു. അതുകൊണ്ട് ഇനി നമ്മെ ദാസരെന്നല്ല വിളിക്കേണ്ടത്, മക്കളെന്നാണ് വിളിക്കേണ്ടത്. അതുകൊണ്ട് ആ തിരുവചനം പറയുന്നത്, മക്കളെങ്കിലോ നമ്മൾ അവകാശികളാണ് എന്ന്. ഞാൻ നിങ്ങളും ഓർക്കുക, പിതാവാം ദൈവത്തിൻ്റെ അവകാശം നഷ്ടപ്പെടുത്തി മുള്ളും പറക്കാരെയും നിറഞ്ഞ ഭൂമിയിൽ ഉഴന്നലഞ്ഞ മനുഷ്യൻ, അതേ, അവൻ്റെ അവകാശം നഷ്ടപ്പെടുത്തി, അവൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തി, അവൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി, ദൈവ സംസർഗം നഷ്ടപ്പെടുത്തി ഭൂമിയിൽ ഉഴന്നു നടന്ന മനുഷ്യനാണ് തൻ്റെ ബലിയർപ്പണത്തിലൂടെ, കാൽവറിയിലെ യാഗത്തിലൂടെ ആ അവകാശം തിരികെ നൽകിയത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇനി നിങ്ങളെ എൻ്റെ സഹോദരങ്ങളെന്നാണ് ഞാൻ വിളിക്കുന്നത്, അല്ലേ? സഹോദരങ്ങളാണ്. മാത്രമല്ല തിരുവചനം വായിക്കുന്നു, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കുവാൻ എത്ര വലിയ ഭാഗ്യം നമുക്ക് നൽകിയിരിക്കുന്നു. ഓർക്കുക, ആരാധനയുടെ അനുഭവം അത് രഹസ്യാത്മകമായ ദൈവ സംസർഗം, അതോടൊപ്പം തന്നെ അത് രൂപാന്തരത്തിൻ്റെ അനുഭവമാണ്, നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിലൊക്കെ കുമ്പസാരം നാം ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മുടെ കുറവുകളെയൊക്കെ ഓരോന്നായി ഒന്ന് പരിഹരിച്ച് ഒരു തേജസ്സിൻ്റെ അനുഭവത്തിലേക്ക്, ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക്, ഒരു പുതിയ വ്യക്തിത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം മാറുകയാണ്.
മാമോദീസയിലൊക്കെ നമുക്കൊരു പുതിയ പേര് ലഭിക്കും, ഒരുപക്ഷെ വിശുദ്ധന്മാരുടെ പേരുകളാണ്. കാരണം എന്താ? അവരൊക്കെ ദൈവസന്നിധിയിൽ തേജസ്കരിക്കപ്പെട്ടവരാണ്. ഒരു സാധാരണ വ്യക്തി പരിശുദ്ധ മാമോദീസയിലൂടെ തേജസ്കരിക്കപ്പെടുന്നതിനെയാണ് അത് ഓർപ്പിക്കുന്നത്. വിശുദ്ധന്മാരെ പോലെയാകുന്നതിനെയാണ് അത് ഓർപ്പിക്കുന്നത്. മറന്നു പോകരുത്. നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥന അത് തേജസ്കരണത്തിൻ്റെ, രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന യേശുതമ്പുരാൻ ആ രഹസ്യാത്മകമായ ആരാധനയിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത്. അവൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം കെദ്രോൻ തോട്ടിൻ്റെ അക്കരെ ആ തോട്ടത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായി പ്രവേശിച്ചു. യൂദായും ആ സ്ഥലം അറിഞ്ഞിരുന്നു. യേശുതമ്പുരാനോടൊപ്പം വിശ്രമിക്കുവാൻ, സ്വസ്ഥമായിരിക്കുവാൻ, ശാന്തമായിട്ടിരിക്കുവാൻ, സമാധാനത്തോടെ ഇരിക്കുവാൻ, സുരക്ഷിതമായിരിക്കുവാൻ യൂദയും പോയിട്ടുള്ളതാണ്. പക്ഷേ തിരുവചനം വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് അവൻ്റെ ജീവിതത്തിൽ സാത്താൻ കടന്നു വന്നപ്പോൾ ഏദനിൽ ആദിയിൽ നാം കണ്ടതുപോലെ ക്രിസ്തുവുമായുള്ള സംസർഗത്തിൽ നിന്ന് മാറി പുതിയൊരു സംസർഗം, ഒരു ബന്ധമുണ്ടായപ്പോഴാണ് ക്രിസ്തുവുമായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് അവരകന്നത്. അതുപോലെ തന്നെയാണ് യൂദയ്ക്കും പറ്റിയത്. ക്രിസ്തുവിനോടൊപ്പം വിശുദ്ധ കുർബാനയിലും പങ്കെടുത്ത യൂദ ആ സംസർഗം വിട്ട് മറ്റൊരു സംസർഗത്തിൽ ഏർപ്പെട്ടപ്പോൾ, പൈശാചിക പിടിയിലായപ്പോൾ, ഇതാ 30 വെള്ളിക്കാശിന് ഗുരുവിനെ അവൻ ഒറ്റിക്കൊടുക്കുന്നു. ശിഷ്യന്മാരുടെ വിശ്രമസ്ഥലം, പ്രാർത്ഥനയുടെ സ്ഥലം, യേശുതമ്പുരാൻ്റെ ആരാധനയുടെ സ്ഥലം, രഹസ്യാത്മകമായ ദൈവ സംസർഗത്തിൻ്റെ, രൂപാന്തരത്തിൻ്റെ സ്ഥലം യൂദയുടെ ജീവിതത്തിൽ എങ്ങനെയായെന്ന തിരുവചനം പറയുന്നത്. യൂദയുടെ ജീവിതത്തിൽ അത് കച്ചവടത്തിൻ്റെ സ്ഥലമായി, ഒറ്റിക്കൊടുക്കലിൻ്റെ സ്ഥലമായി. മാത്രമല്ല അവൻ്റെ ജീവിതത്തിൽ തിരുവചനം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, അവൻ്റെ ശവപ്പറമ്പായി തീരുന്നു ആ സ്ഥലം. അവൻ ദൈവ സംസർഗത്തിൽ നിന്ന് മാറി പുതിയ ബാന്ധവങ്ങളിലേക്കൊക്കെ പോയപ്പോൾ, അതേ തിരുവചനം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, സ്നേഹത്തിൻ്റെ പരിപാവനമായ വഴി കാട്ടിത്തന്ന ചുംബനം. നമുക്കറിയാം നിർമ്മല സ്നേഹത്തിൻ്റെ പ്രതീകം ആ ചുംബനം. ഒരു കുഞ്ഞിനെ എടുത്ത് ചുംബിക്കുമ്പോൾ നമ്മളുടെ സ്നേഹം ആ കുഞ്ഞിനോട് പ്രകടിപ്പിക്കുകയാണ്. ദമ്പതികൾ, ഭാര്യാഭർത്താക്കന്മാർ സ്നേഹം പങ്കിടുന്ന ഉപാധിയാണ്. ഇവിടെ ഇതാ ആ ചുംബനം ഒറ്റിൻ്റെ കപട മുഖപ്പാവണിഞ്ഞാൽ നിൽക്കുന്നില്ലേ? ഒറ്റുമ്പോൾ അവൻ ചുംബനത്തിലൂടെ ഒറ്റിക്കൊടുക്കുന്നു എന്ന് പറയാം. സ്നേഹഭാവങ്ങളെ മലിനമാക്കുകയാണ് യൂദ. നാം അവിടെ കാണുന്നുണ്ട്. അവിടെ ഇതാ ആ ഗത്സമനയിൽ യേശുതമ്പുരാന്റെ പ്രാർത്ഥനാ സ്ഥലമാണ്. ആ പ്രാർത്ഥനാ സ്ഥലത്തെ അവൻ കച്ചവടത്തിൻ്റെ സ്ഥലമാക്കി, ഒറ്റിൻ്റെ സ്ഥലമാക്കി. ഒടുവിൽ അതിൻ്റെ ജീവിതത്തിൽ എന്തു ഭവിക്കുന്നുവെന്ന് നാം കാണുന്നു. ഇവിടെ നാം കാണുന്നു, അവൻ്റെ ശവപ്പറമ്പായി. അവൻ നേടിയ 30 വെള്ളിക്കാശും അവൻ ഉപകരിക്കുന്നില്ല, അതും കളഞ്ഞിട്ട് അവൻ കെട്ടിഞ്ഞാന്ന് ചത്തു കളഞ്ഞു എന്ന തിരുവചനം പറയുന്നത്. ഞാൻ നിങ്ങളും ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള രക്ഷയുടെ വലിയ വഴി. അതേ, ഈ തോട്ടം അത് മലയാണെങ്കിലും വിജനപ്രദേശമാണെങ്കിലും ആരാധനയുടെ അനുഭവത്തിലേക്ക് സ്വർഗസ്ഥ പിതാവാം ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ നമ്മെ കൊണ്ടുവന്നാക്കി വെച്ചിരിക്കുകയാണ്. യൂദയും ആ സ്ഥലം അറിഞ്ഞിരുന്നു എന്ന് തിരുവചനം പറയുമ്പോൾ ഞാൻ നിങ്ങളും ഓർക്കുക, അത് ആരാധനാലയമാണ്, ക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിക്കാൻ വരുന്ന അനുഭവമാണ് എന്നവൻ അറിഞ്ഞിരുന്നുവെങ്കിലും ഇതാ അവൻ്റെ ജീവിതത്തിൽ അവൻ പൈശാചിക പിടിയിൽ ഉൾപ്പെട്ടപ്പോൾ ആരാധനയുടെ സ്ഥലം അവൻ ഒറ്റിൻ്റെ സ്ഥലമാക്കി, കച്ചവടത്തിൻ്റെ സ്ഥലമാക്കി. നമുക്കറിയാം, യെരൂശലേം ദേവാലയത്തിൽ യേശുതമ്പുരാൻ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നുണ്ടല്ലേ, കച്ചവടക്കാരെയൊക്കെ പുറത്താക്കുന്നത്. ആ രഹസ്യാത്മകമായ ദൈവ സംസർഗത്തിൻ്റെ ഇടം സ്നേഹഭാവങ്ങളെ മലിനമാക്കി യൂദ കച്ചവട സ്ഥലമാക്കിയപ്പോൾ ഒടുവിൽ അത് അവൻ്റെ ശവപ്പറമ്പായി തീരുന്നു. ഞാൻ നിങ്ങളും ഓർക്കുക, അതേ ഈ പീഡാനുഭവ ദിവസങ്ങളിൽ തിരുവചനം നമുക്ക് പകർന്നു തന്ന ഒരു വലിയ ചിന്ത, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവ സംസർഗത്തിലേക്ക് നമ്മെ നയിക്കുവാൻ, രൂപാന്തരത്തിലേക്ക് നമ്മെ നയിക്കുവാൻ അതേ സഹായിക്കുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പകലിലെ എളിയ ചിന്ത അവസാനിപ്പിക്കുകയാണ്. അവസരമൊരുക്കി തന്ന വന്യ റമ്പാച്ചനോടും വന്യ വൈദിക ശ്രേഷ്ഠരോടും പ്രത്യേകിച്ച് പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ഇവിടെ ആയിരുന്ന അഭിമന്യ പിതാവിനോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരനായ ഷൈനച്ചനോടും നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ടും പ്രാർത്ഥനയിൽ നിങ്ങളേവരും ഓർക്കണമേ എന്നുള്ള യാചനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അതേ, നാം അറിയുന്ന പ്രാർത്ഥനാസ്ഥലം ആരാധനയുടെ ഇടമായി രൂപപ്പെടുത്തുവാൻ, ദൈവ സംസർഗത്തിൻ്റെ രഹസ്യാത്മക ഇടമായി നിലനിർത്തുവാൻ, മാത്രമല്ല അത് രൂപാന്തരത്തിൻ്റെ ഇടമായി കാത്തു സൂക്ഷിക്കുവാൻ എന്നും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ വചനങ്ങളെ ഉപസംഹരിക്കുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.